സാധാരണ ഞാൻ ഡൽഹിയിൽ വരുന്ന സമയത്ത് റൂം എടുക്കുന്ന ഒരു ഏരിയ ഉണ്ട്, അങ്ങോട്ടാണ് ഇപ്പോൾ പോകുന്നത്. ഇവിടെ ആകുമ്പോൾ ചെറിയ പൈസക്ക് റൂമും കിട്ടും, ഫുഡും കിട്ടും. അങ്ങനെ എന്തായാലും റൂമൊക്കെ എടുത്ത് നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി കുളിച്ച് മാറ്റി രാവിലെ തന്നെ ഇറങ്ങാനുള്ള പരിപാടിയിലാണ്. ഇതാണ് ഇന്നലെ രാത്രി നമ്മൾ എടുത്ത റൂം. ഇവിടെ ഒരു ടി വി ഒക്കെ കാണുന്നുണ്ട്. ടി വി അങ്ങനെ വർക്ക് ചെയ്യാന്നുള്ളത് ഫിറ്റ് ചെയ്ത് ഓൽക്ക് പോലും ഓർമ്മയില്ല നിൽക്കി വന്ന്. പിന്നെ വൃത്തിനെ പറ്റിയൊന്നും പറയാണ്ടിരിക്കാന്നല്ലേ, അല്ലാണ്ട് പിന്നെ 500 രൂപയ്ക്ക് സ്റ്റാർ ഹോട്ടലിൽ റൂം ഇട്ടൂലല്ലോ. എന്തായാലും റൂം ചെക്കൗട്ട് ചെയ്ത് നമ്മൾ ഇറങ്ങാനുള്ള പരിപാടിയാണ്. ഇവിടുത്തെ ഗല്ലികൾ ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ ചില സ്ഥലത്ത് വളരെ ചുരുക്കം മാത്രം കുറച്ച് വൃത്തി ഉണ്ടാവും. ഈ കിടക്കുന്നതൊക്കെ ഒരു നായിന് തടി നോക്കി 2 കുറവൊക്കെ മറ്റത്രയുണ്ട്. ഈ കാണുന്നതാണ് ഇവിടുത്തെ മെയിൻ റോഡ്. സ്ഥലത്തിന്റെ പേര് പാഹർഗഞ്ച് എന്നാണ്. രാത്രി ആകുമ്പോഴാണ് ഈ സ്ട്രീറ്റ് മെയിനായിട്ട് ഓൺ ആകുക. അന്നപ്പോൾ ഇവിടെ വെച്ച് വിൽക്കാത്ത സാധനങ്ങളൊന്നും ഉണ്ടാവും. റാഷി രാവിലെ തന്നെ എന്തോ കാര്യമായിട്ട് നോക്കലൊടുങ്ങിയിരിക്കുന്നു. ഈ മഞ്ഞ കളർ തൊപ്പിട്ട ആൾക്കാർ മുഴുവൻ ശ്രീലങ്കയിൽ നിന്ന് വന്ന ടൂറിസ്റ്റുകളാണ്. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തായിട്ടാണ് ഈ സ്ഥലം വരുന്നത്. ഈ ഭാഗത്ത് 1-2 മലയാളി റെസ്റ്റോറന്റുകൾ ഉണ്ട്. അതിൽ ഒന്നിലാണ് രാവിലെ തന്നെ ചായ കുടിക്കാൻ നമ്മൾ കയറി. നോർത്ത് ഇന്ത്യയിൽ വന്നാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം ഒരു ചായ. അത് കഴിഞ്ഞ് കുറച്ചു നേരം ബസ് സ്റ്റോപ്പിൽ വന്നപ്പോഴത്തേക്കും ബസ് വന്നു. ആദ്യം നമ്മൾ വന്നാൽ റിക്ഷ വിളിച്ചു കഴിയുമ്പോൾ ഭയങ്കര പൈസയും പറയും, നമ്മൾ കൊടുത്ത് പോവുകയും വേണം. ബസ്സിലാകുമ്പോൾ ചെറിയ പൈസ മതി. വലിയ കാര്യത്തിൽ 2 ടിക്കറ്റൊക്കെ എടുത്ത് വെച്ചെങ്കിലും എവിടെ ഇറങ്ങേണ്ടിയെന്ന് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് നമുക്ക് അറിയില്ല. അപ്പം ബസ്സിലുണ്ടായി നീക്കായി പറഞ്ഞു, മൂപ്പർക്ക് ആഴാണ് ഇറങ്ങേണ്ടി, നിങ്ങൾക്ക് പോകേണ്ടി വഴി ഞാൻ കാണിച്ചു തരാൻ. ഊരമേൽ ഒരു ബെൽറ്റ് ഇട്ടുന്നുള്ള ചിന്തയൊന്നും മൂപ്പർക്കില്ല. ആളെ ഒപ്പത്താ ഞങ്ങൾ ബേക്കിൽ ഓടുകയാണ്. പോകുന്ന വൈകിട്ട് എന്തൊരു ഘോഷയാത്രയൊക്കെ പോകുന്നത്. കുതിരയും രഥവും എല്ലാ സെറ്റപ്പ് പോലെ എടുത്തു. അങ്ങനെ എന്തായാലും നമ്മൾ കറങ്ങി തിരിഞ്ഞ് കരോൾ ബാഗിലുള്ള ഷൂവിന്റെ മാർക്കറ്റിലെത്തി പർച്ചേസ് തുടങ്ങി.